കാണിക്കാൻ പോണത് നമ്മൾ ഒരു ഗ്യാസ് സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഗുലേറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഗുലേറ്റർ ഗ്യാസ് സിലിണ്ടറിൽ കണക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഫസ്റ്റിലൊരു ഗ്യാസ് കുറ്റി പൊട്ടിച്ച് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചില വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ചെറിയ സ്മെല്ലും ചെറിയ ലീക്കും വരുന്നതുള്ള കാര്യം സൗണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉടനെ തന്നെ വാൾവ് മറ്റേ റെഗുലേറ്ററിൻ്റെ ബട്ടൺ ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മളിത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ച് നോക്കി കഴിഞ്ഞാലും എന്നിട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാലും ആ സൗണ്ടും മണവും ഉണ്ടിച്ച് വീണ്ടും നമ്മൾ ക്ലോസ് ചെയ്യുക. നമുക്ക് ഒന്നുകൂടി ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ സ്മെല്ലും ലീക്കും നിൽക്കണമെങ്കിൽ നമ്മൾ റെഗുലേറ്റർ ഊരിയെടുത്തതിന് ശേഷം റെഗുലേറ്റർ കൊണ്ട് ഊരിയെടുക്കാം. റെഗുലേറ്റർ നമ്മൾ ഊരിയെടുത്തു. എന്നതിന് ശേഷം നമ്മൾ ഒരു ചെറിയ മോനുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ അതുപോലത്തെ മോനുള്ള എന്തെങ്കിലും എടുത്തിട്ട് ഈ സിലിണ്ടറിനകത്തിരിക്കുന്ന ഒരു റബ്ബർ വാഷർ ഉണ്ട്, അതിനിങ്ങനെ പതുക്കെ ഇങ്ങനെ തിക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തിക്കി ഇങ്ങോട്ട് എടുക്കുക. കണ്ടോ, ആ വാഷറിൻ്റെ ഈ ഭാഗം ചെറിയ ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ആ വാഷറിനെ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് ഇതിലോട്ട് വെച്ച് അതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റും. ഇത് ഇതിലേക്ക് തിരികെ അമർത്തി വെച്ച് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് സെറ്റായി. അതാ നമ്മളിതാ റെഗുലേറ്റർ എടുക്കണം, വീണ്ടും ചെയ്യുന്നു. ഓക്കെ എന്താ ഓക്കെയാണ്, വളരെ കണ്ടീഷനായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് നോക്കുക. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ.